PG ക്ലാസ് തുടങ്ങിയോ? Good evening, sir. Yes, good evening. Good evening, sir. Yes, good evening. Sir, good evening. Yes, good evening. Good evening. Good evening. Good evening. to all. സർ നമ്മുടെ ക്ലാസ്സിന് ഒരു ഫോർമാറ്റ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ. അപ്പോ പ്രയർ വെച്ച് അങ്ങനെ തുടങ്ങാം. പ്രയർ, തോട്ട് ഫോർ ദ ഡേ, സൈൻ ഇൻ, സൈൻ ഔട്ട്. Okay, അപ്പോ okay. ഓരോ ആഴ്ച ലീഡേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരാണ് അത് അതിനുള്ള കോർഡിനേറ്റ് ചെയ്തിട്ട് Okay, അപ്പൊ okay.
അപ്പൊ ഈ കഴിഞ്ഞ വീക്ക് ഞാനും ഷെറിനും ആയിരുന്നു ടീം ലീഡേഴ്സ്. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാംസ് ചെയ്യാനുള്ളവരെ ഒന്ന് ഇൻവൈറ്റ് ചെയ്തിട്ട് ക്ലാസ് തുടങ്ങാൻ കുഴപ്പമില്ലല്ലോ സർ? ഓക്കെ സർ. സർ ഫസ്റ്റ് പ്രയർ ആണ്. പ്രയർ ബൈ പ്രിയ. പ്രിയ, hope you are there. Okay. Oh, my beautiful nature, you are so wonderful. There is a sunshine, there is a forest, there is a waterfall, there are green trees, birds fly in the sky, and the wandering butterflies make my thoughts fly. God gave us this gift. Thank you. Okay, next thought for the day by Nasihat. Good evening to all. Today's thought is work hard in silence, let your success be your noise. It simply means that people who keep blabbering are the ones with no inner substance. നിശബ്ദമായ കഠിനാധ്വാനം ചെയ്യുക, നിങ്ങളുടെ വിജയം നിങ്ങളുടെ ശബ്ദമായിരിക്കട്ടെ. I repeat the thought. Work hard in silence, let your success be your noise. Thank you. Thank you, Nasihat. Then we have sign in by Kartika. Thank you. Good evening, all. My name is Kartika. I'm happy to welcome you all to our classroom. Before starting our class, I wish to ask you one puzzle. Are you ready? My question is, I have six faces and 21 eyes, but I cannot see. Can you guess how much? Answer. Any clue? നമുക്ക് കളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ലൈറ്റ് ആണ്. Can you repeat the question once more? I have 6 faces and 21 eyes, but I can't see. Is it a fruit or vegetable? Anything like that? No, not. It's a play material. Rubik's Cube? Yes. No. Rubik's not Rubik's cube. Dice. Is it dice? Yes. Dice. Dice is the right answer. Okay, thank you. Sir. Yes. So the first session is completed. You can continue with the class. Thank you very much. Okay, very good. So let us come back to our English class. Last class we were discussing about the prepositions. Okay, your performance was very good. Very good. Okay. അപ്പൊ നമ്മളിന്ന് ആ പ്രിപ്പോസിഷന്റെ കുറച്ച് ബാലൻസ് ഉള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് ചില വേർഡുകളുടെ കൂടെ ചില പ്രിപ്പോസിഷൻസ് മാത്രം. ഇപ്പൊ ജൂനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കഴിഞ്ഞ് ആ വേർഡിന്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷനാണ് ടു. ജൂനിയർ കഴിഞ്ഞ് ടു എന്ന് വരുള്ളൂ. എഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ വിത്ത് വരും, അല്ലെങ്കിൽ ടു വരും. അങ്ങനെ ചില വാക്കുകളുടെ കൂടെ മാത്രം വരുന്ന ചില പ്രിപ്പോസിഷനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വേറൊരു വേർഡാണ് റെഫർ. റെഫർ എന്ന് കഴിഞ്ഞാൽ റെഫർ ടു എന്ന് വരുള്ളൂ. റെഫർ ടു. അക്കമ്പനി, അക്കമ്പനീഡ് ബൈ, അക്കമ്പനിയുടെ കൂടെ വരുന്ന പ്രിപ്പോസിഷനാണ് ബൈ. അങ്ങനെ ചില വേർഡുകളുടെ കൂടെ മാത്രം വരുന്ന കുറച്ച് പ്രിപ്പോസിഷൻ നമുക്ക് നോക്കിയതിനു ശേഷം അടുത്ത കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ സുജാത വിളിക്കുന്നത്. സുജാത. Yes, sir. Okay, here is a list of nouns which usually and often have two. കണ്ടില്ലേ? Yes, sir. വായിച്ചത്
Here is a list of nouns which usually or often have to after them. ഓക്കെ ഓക്കെ. ഈ വേർഡുകൾ താഴെ ഈ പറയാൻ പോകുന്ന വേർഡുകൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ ഉപയോഗിക്കാവൂ. യൂഷ്വലി പ്രധാനമായിട്ടും ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് അതിന്റെ കൂടെ വരിക. ഓക്കെ, ഓരോന്ന് വായിച്ചു. Access. അതെ, അതും കൂടി കൂട്ടി വായിക്കും. ടു കൂടി ആക്സസ്. Access to. ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മലയാളം കൃത്യം അറിയില്ല. അതിലേക്ക് ഒരു ആക്സസ് കൊടുക്കുക എന്നൊക്കെ പറയില്ല നമ്മള്. ഓക്കെ 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 ആക്സസ്. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. ആക്സസ് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ അയാളുടെ പരിധിയിൽ വരിക എന്നൊക്കെയാണ്. ഓക്കെ, അടുത്തത്. Aversion. അല്ല, താഴെ Addiction to. അഡിക്ഷൻ ടു. ഇത് അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് I am addicted to movies എന്നൊക്കെ പറയും. ഒരു ഓക്കെ ഓക്കെ ഓക്കെ, ശരിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് adherence. അഡ്ഹറൻസ് ടു. Adherence to. Okay. അഡ്ഹറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആശ്രയം. എന്താണ്? ആശ്രയം. ഓക്കെ ഓക്കെ, അടുത്ത് വായിച്ചു. Elegance. Elegance. Elegance to. Elegance to. വിധേയത്വം കേട്ടോ. എലിഗൻസ്, വിധേയത്വം. യെസ്. അടുത്തത് Allergy to. അലർജി ടു. അത് അറിയാവുന്ന വേർഡാണ്. പോട്ടെ, അടുത്തത്. Alternative to. ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതല്ലെങ്കിൽ ഇത് അങ്ങനെ ഒരു ഒന്ന് വിട്ട് കേട്ടോ. ഒന്നല്ലെങ്കിൽ ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ, വരി വരി വരി, അത്ര നിൽക്കട്ടെ. അപ്പൊ ആക്സസ് ടു, അഡിക്ഷൻ ടു, അഡ്ഹറൻസ് ടു, അലീജിയൻസ് ടു, അലർജി ടു, ആൾട്ടർനേറ്റീവ് ടു. ഇനി അടുത്തൊരാള് ഞാനിനെ വിളിക്കേണ്ടി വരും അല്ലേ? സുജാത. ഓക്കെ 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 ഓക്കെ. ഫാത്തിമ. ഷീബ. സർ ഞാൻ വായിക്കാം. യെസ്, വെരി ഗുഡ്. അതാണ് അതിന്റെ ഒരു ഇത്. രണ്ടുപേരെ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോ ആരും ഉണ്ടായി കഴിഞ്ഞപ്പോ നേരിട്ട് വന്നില്ലേ? യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നസീഹർ. ഓക്കെ ഓക്കെ ഓക്കെ, വായിച്ചോ. അവേഷൻ ടു. അവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെറുപ്പ് കേട്ടോ, വെറുപ്പ്. ഓക്കെ ഓക്കെ. അറ്റാച്ച്മെന്റ് ടു. അറ്റാച്ച്മെന്റ്, ആ വേർഡ് അറിയാലോ, അറ്റാച്ച്മെന്റ്. അറിയാം. ഓക്കെ ഓക്കെ, പറയാറില്ലേ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് എന്നൊക്കെ പറയാറില്ലേ? അടുപ്പം. ഓക്കെ. കോൺട്രിബ്യൂഷൻ ടു. കോൺട്രിബ്യൂഷൻ. വാട്ട് ഈസ് മീൻ ബൈ കോൺട്രിബ്യൂഷൻ? നമ്മള് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാന്നൊക്കെ പറയില്ലേ? എന്താ പറയാ മലയാളം? സംഭാവന. ഓക്കെ ഓക്കെ. ഡാമേജ് ടു. ഡാമേജ് നമ്മളെന്തെങ്കിലും കേടുപാട്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് ഡിവോഷൻ ടു. ഡിവോഷൻ. ഡിവോഷണൽ സോങ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ദൈവികമായ ആരാധനാപരമായ അങ്ങനെയൊക്കെയുള്ള കാര്യം. ഡിവോഷൻ, ദൈവികമായ ആരാധനാപരമായ. ഓക്കെ. അടുത്തൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഡിസ്ലോയൽറ്റി എന്ന് വെച്ചാൽ ഭക്തി. ഓക്കെ, ഡിസ്ലോയൽറ്റി. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ലോയൽറ്റി എല്ല് വേണ്ട. ലോയൽറ്റി ടു. ഡിസ്ലോയൽറ്റി ടു. ലോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിശ്വസ്തത. അപ്പൊ ഡിസ്ലോയൽറ്റി എന്ന് പറയുമ്പോൾ അവിശ്വസ്തത. ഓക്കെ ഓക്കെ. അവേർഷൻ, അറ്റാച്ച്മെന്റ്, കോൺട്രിബ്യൂഷൻ. ഒരു മിനിറ്റ്. ഡാമേജ്, ഡിവോഷൻ, ഡിസ്ലോയൽറ്റി. ഓക്കെ, അടുത്തത്. പ്രിഫേസ് ടു. പ്രിഫേസ് ടു. പ്രിഫേസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബുക്കുകളൊക്കെ വെരി ഗുഡ് വെരി ഗുഡ്. അതിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവുന്ന സംഗതിയാണത് ആമുഖം. ഓക്കെ ഓക്കെ ഓക്കെ, ആമുഖം. ഓക്കെ. റെഫറൻസ് ടു. നമ്മൾ റെഫർ ചെയ്യാന്നൊക്കെ ഉദ്ദേശിച്ചത്.
അത് തന്നെയാണ് ശരി. ഓക്കെ ഓക്കെ. റെഫറൻസ് ടു. Relevance to. റെലവൻസ് ടു. Relevance. Sorry. പറഞ്ഞോളൂ. റെലവൻസ് എന്ന് പറഞ്ഞാല് Relevance എന്ന് പറഞ്ഞാൽ അറിയില്ല. എന്താ പറയാ, പ്രസക്തിയുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം ഇപ്പൊ റെലവന്റ് ആണെന്ന് പറയാറില്ല വിഷയം. അങ്ങനെ പറയുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് റിപ്ലൈ ടു. റിപ്ലൈ ടു. നമ്മള് മറുപടി മറുപടി. ഓക്കെ ഓക്കെ ഓക്കെ. റെസിസ്റ്റൻസ്. എന്താ റെസിസ്റ്റൻസ്? പ്രതിരോധം. ഓക്കെ 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 ഓക്കെ. റിട്ടേൺ ടു. റിട്ടേൺ ടു. റിട്ടേൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരിച്ചു കൊടുക്കുക, മടക്കുക. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇത്രയും വേർഡുകൾ ഈ രണ്ടോടുകൂടി ഉണ്ട്. വായിച്ചു. ആൻസർ ടു. ആൻസർ ടു. മറുപടി അറിയാലോ. ഓക്കെ ഓക്കെ. ആന്റിഡോട്ട്. ആന്റിഡോട്ട് ടു. ആന്റിഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിവിധി. 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 ഓക്കെ ഓക്കെ ഓക്കെ. പ്രതിവിധി. അടുത്ത അപ്രോച്ച് ടു. അപ്രോച്ച് ടു. അപ്രോച്ച് എന്ന് പറഞ്ഞാല് നമ്മള് ചെയ്യാന്ന് പറഞ്ഞാൽ കമ്മിങ് നിയർ, അടുത്ത് വരിക. സമീപിക്കുക. ഓക്കെ. സമീപിക്കുക. വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് എക്സെപ്ഷൻ ടു. എന്താ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാല്? എക്സെപ്ഷൻ അത് ഇല്ലാണ്ട ഒഴികെ. ഓക്കെ. എക്സെപ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് ഇമ്മ്യൂൺ. അസുഖം. പ്രതിരോധം. പ്രതിരോധ ശക്തി. ഇമ്മ്യൂൺ പവർ എന്ന് പറയാറില്ലേ? മനുഷ്യന്റെ ഉള്ളിലുള്ള രോഗത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ്. ഇമ്മ്യൂൺ. ഓക്കെ. ഇൻട്രൊഡക്ഷൻ ടു. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുടക്കത്തില്. വെരി ഗുഡ്. അടുത്തത് സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രതിവിധി. പരിഹാരം. ഓക്കെ 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 ഓക്കെ. ശരിയാണ്. അടുത്തത് ത്രെറ്റ് ടു. ത്രെറ്റ് ടു. ത്രെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭീഷണി. ഭീഷണി. അടുത്തത് വിറ്റ്നസ്. വിറ്റ്നസ്. കോടതിയിൽ വരുന്ന വാക്കാണ്. സാക്ഷി. വിറ്റ്നസ് ടു സാക്ഷി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും പേരിന്റെ കൂടെ പ്രധാനമായിട്ട് ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് ഉപയോഗിക്കുന്നത്. സജന. അടുത്ത് നോക്കിയേ. എന്ന് വായിച്ചേ. ഹിയർ ഈസ് എ ലിസ്റ്റ്. അത് അടുത്ത വായിച്ചേ. Here is the list of nouns which usually or often have for after them. നേരത്തെ ടു ആണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഈ വേർഡുകൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഫോർ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഫോർ. യെസ്. ഓരോന്ന് വായിച്ചോളൂ. Admiration. അഡ്മിറേഷൻ. അത് അഡ്മിറേഷൻ ഫോർ കേട്ടോ. അഡ്മിറേഷൻ. Sir, excuse me, sir. Sir, sorry for the disturbance. Sir, ഞാൻ ക്ലാസ്സിൽ നിന്ന് ലെഫ്റ്റ് ആവുകയാണ്. ഞാൻ ഒരു 5 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരാം. എനിക്ക് ആവശ്യമായിട്ടൊന്ന് പറഞ്ഞു. ഓക്കെ 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 ഓക്കെ. യെസ്. അഡ്മിറേഷൻ ഫോർ. ഓക്കെ. അങ്ങനെ വായിക്കട്ടെ. അഡ്മിറേഷൻ ഫോർ. അഡ്മിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധന. ആരാധന, ആദരവ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത് വായിച്ചോളൂ. Appetite. അപ്പിറ്റൈറ്റ്. എന്താണ്? ആണുങ്ങളൊക്കെ പറയാറുണ്ട്. വിശപ്പ്. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. ജയശ്രീ വെരി ഗുഡ്. വിശപ്പ്. അടുത്തത് Aptitude. പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോ ബാങ്ക് ടെസ്റ്റിനൊക്കെ പോകുമ്പോ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഭാഗം ഉണ്ടാവും. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്റ്റിറ്റ്യൂഡ് മീൻസ് സാമർഥ്യം, കഴിവ് കേട്ടോ. ആപ്റ്റിറ്റ്യൂഡ്. ക്ലറിക്കൽ ആയിട്ടുള്ള കഴിവ് ടെസ്റ്റ് ചെയ്യാൻ ഒരു വിഭാഗമുണ്ട്. ഓക്കെ. അത് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇവിടെ സാമർഥ്യം അല്ലെങ്കിൽ കഴിവ്. ഓക്കെ. അടുത്തത് Substitute. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാല് പകരം. ഇത് കളികളിലൊക്കെ ഉപയോഗിക്കും. ഒരാള്
കളിക്കാൻ ഇറങ്ങി, അയാൾക്ക് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അയാൾ തിരിച്ചു കയറ്റിയിട്ട് പകരം വേറെ ആൾ ഇറക്കൂലേ? സബ്സ്റ്റിറ്റ്യൂഷൻ, പകരം പോവുക, പകരം. ഓട്ടെ, സബ്സ്റ്റിറ്റ്യൂട്ട്. ആ, അടുത്തത് ബിഡ്. ബിഡ് എന്ന് പറഞ്ഞത് ബിഡ്, ലേലം. ഓക്കെ ഓക്കെ ഓക്കെ, ശരിയാണ്, ലേലം. ഓക്കെ ഓക്കെ ഓക്കെ. ആ, ക്രാവിംഗ് എന്താണ്? അത് ആഗ്രഹം, ആശ എന്ന് വേണമെങ്കിൽ പറയാം. ആഗ്രഹം, ആശ. ക്രാവിംഗ് ഫോർ. ഓക്കെ, ഫുഡിനോടുള്ള ക്രേവിങ്സ് ഒക്കെ പറയാം. ആ, ഓക്കെ 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 ഓക്കെ, അഭിനിവേശം ഒക്കെ പറയാം. ഓക്കെ, അടുത്ത് വായിച്ചോളൂ. ക്രെഡിറ്റ്. ക്രെഡിറ്റ് എന്ന് വെച്ചാൽ നമ്മള് ഇൻവെസ്റ്റ് ചെയ്യണ ക്രെഡിറ്റ് ആകുന്നത്. അതെ, ക്രെഡിറ്റ് ആവുന്നത്. ഓക്കെ 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 ഓക്കെ. അടുത്തത് പിന്നെ ക്യൂർ. ക്യൂർ ഫോർ എന്ന് പറയാം. അങ്ങനെ പറയാം, ക്യൂർ ഫോർ. ആ, ക്യൂർ ഫോർ. ആ, ക്യൂർ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്യൂർ എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം എന്താണ്? സുഖപ്പെടുക കേട്ടോ, സുഖപ്പെടുക. ക്യൂർ. ആ, അടുത്തത് ഡിമാൻഡ്. ഡിമാൻഡ് ഒരു ഡിമാൻഡ് പറയാം. ഓക്കെ ഓക്കെ, ആവശ്യപ്പെടുക. ഓക്കെ 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 ഓക്കെ, ഡിമാൻഡ് ചെയ്യാം. അടുത്തത് ഡിസയർ. ഡിസയർ ഫോർ എന്ന് പറയാം. ഡിസയർ ഫോർ. ആ, ഡിസയർ ഫോർ. ആ, ഡിസയർ എന്ന് പറയുന്നത് ആഗ്രഹം. ആഗ്രഹം. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. അടുത്തത് ഡിസ്ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത. ഇഷ്ടപ്പെടാത്ത. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് ഹങ്കർ. ഹങ്കർ എന്ന് വെച്ചാൽ ആ, വിശപ്പ്. ഓക്കെ 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 ഓക്കെ. അടുത്തത് ലവ്. ലവ് എന്ന് വെച്ചാൽ സ്നേഹം. ഓക്കെ 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 ഓക്കെ. ആവശ്യം. നീഡ്, ആവശ്യം. ഓക്കെ. പ്രൊവിഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ ദീർഘദൃഷ്ടി എന്നൊക്കെ പറയണതാണ്. പ്രൊവിഷണൽ പല അർത്ഥങ്ങളുണ്ട്. പ്രൊവൈഡ് ചെയ്യുക. ആഹാര സാധനങ്ങൾക്ക് നമ്മൾ പ്രൊവിഷൻ എന്ന് പറയും കേട്ടോ. പ്രൊവിഷണൽ സ്റ്റോർ കേട്ടില്ലേ? പലചരക്ക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയ്ക്ക് നമ്മൾ പ്രൊവിഷണൽ സ്റ്റോർ എന്നാണ് പറയുന്നത്. യെസ്, ആഹാര വസ്തുക്കൾ. ഓക്കെ, അടുത്തത് ആ, കൃഷ്ണയില് അന്വേഷണം, കൃഷ്ണ. ക്വസ്റ്റ്, അന്വേഷണം, കൃഷ്ണ. ക്വസ്റ്റ് ഫോർ. ഓക്കെ, അടുത്തത് റെസിപ്പി. റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മള് ഭക്ഷണം ഉണ്ടാക്കണ എന്തെങ്കിലും റെസിപ്പി എന്ന് പറയും. ആ, പറയുമ്പോ പാചകച്ചാർത്ത്. ആ പാചകത്തിൽ ഉപയോഗിക്കുന്ന ഐറ്റംസ്. ഓക്കെ, റെസിപ്പി, പാചകച്ചാർത്ത്. ഓക്കെ, അടുത്തത് റിഗാർഡ് എന്ന് വെച്ചാൽ പ്രതിഫലം. പ്രതിഫലം, പരിഗണിക്കുക. ഓക്കെ ഓക്കെ. അടുത്തത് റെമഡി എന്ന് വെച്ചാ നമ്മള് ഒരു റെമഡിയാന്ന് പറയുമ്പോ പരിഹാരം. റെസ്പെക്ട് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മള് പരിഗണിക്കുക. റെസ്പെക്ട് ചെയ്യുക, ആദരിക്കുക. റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ റൂം എന്ന് വെച്ചാൽ മുറി. ഓക്കെ, പിന്നെ സെർച്ച് എന്ന് വെച്ചാൽ അന്വേഷിക്കുക. വെരി ഗുഡ്. പിന്നെ സിമ്പതി എന്ന് വെച്ചാൽ നമുക്കൊരു സഹതാപം തോന്നുക. സിൻഡോണമിസ് മറ്റേ വിപരീതമാണ്, എതിർപ്പദം. ടേസ്റ്റ് എന്ന് വെച്ചാൽ രുചി. പിന്നെ ത്രസ്റ്റ് ദാഹം. ഓക്കെ ഓക്കെ, അവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല. അപ്പൊ ഇത്രയും വേർഡുകളുടെ കൂടെ പ്രധാനമായിട്ടും ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് ഉപയോഗിക്കുക. അഡ്മിറേഷൻ, അപ്പിറ്റേറ്റ്, ആപ്റ്റിറ്റ്യൂഡ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ, ബിഡ് ഫോർ, ക്രാവിംഗ് ഫോർ, ക്രെഡിറ്റ് ഫോർ, ക്യൂർ ഫോർ. അപ്പൊ ഈ പറഞ്ഞ വേർഡുകളൊക്കെ ജസ്റ്റ് ഇടക്കൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിനകത്തുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കുക. റെമഡി ഡാഷ്, റെമഡി ഫോർ ആയിരിക്കും പറയുന്നത്. റെമഡി കഴിഞ്ഞാല് ഫോർ. അപ്പൊ ഇടക്കൊന്ന് നിങ്ങളൊന്ന് മറിച്ച് നോക്കി വായിച്ചു നോക്കി കഴിഞ്ഞാൽ മാത്രം മതി. ഇനി അടുത്തത് ഐശ്വര്യ. Assault. അല്ല, here is a list of Here is a list of nouns which usually or often have on after them. ഇതിന്റെ അകത്ത് ഉപയോഗിക്കുന്നത് ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ.
ഓൺ ആണ്. വായിക്കൂ. assault on, അസാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റാക്ക് എന്നാണ്. അറ്റാക്ക്. attack, അടുത്തത് attack on, ആ. attack, Okay. ഒരാളെ Attack. ആക്രമിക്കുക. അതെ ban അതെ. on, ബാൻ ചെയ്യാന്ന് പറയാറില്ലേ? ban ചെയ്യാന്ന് പറഞ്ഞാൽ നിരോധിക്കുക. നിരോധിക്കുക. ഓക്കെ. ബാൻ ഓൺ. ബാൻ ഓൺ. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് claim on ചുമത്തുക, claim ചെയ്യുക. ക്ലെയിം ചെയ്യുക, പിന്നെ അവകാശപ്പെടുക. ഇപ്പൊ നമുക്കിപ്പോ ലീവ് വേക്കൻസി കയറി കഴിഞ്ഞാല് അടുത്ത പെർമനന്റ് വേക്കൻസി വരുമ്പോൾ നമുക്കാണ് ക്ലെയിം എന്ന് പറയാറ്, നമുക്കാണ് അവകാശം, ക്ലെയിം. ഓക്കെ. അടുത്തത് കമന്റ് ഓൺ, നമ്മൾ എന്തിനെങ്കിലും അഭിപ്രായം. ഓക്കെ ഓക്കെ ശരിയാണ്. കോൺസെൻട്രേഷൻ ഓൺ, concentration. ഒന്നിലേക്ക് ശ്രദ്ധിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുക. ശരിയാണ് ശരിയാണ്. സർ ക്രബ് എന്നാണോ സർ? Rub. ക്രബ് ഓൺ, ഓൺ. Meaning. എന്ന് പറഞ്ഞാല് കടിഞ്ഞാൺ അല്ലെങ്കിൽ തടസ്സം എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. കടിഞ്ഞാൺ അല്ലെങ്കിൽ Okay. തടസ്സം എന്നൊക്കെയാണ് അർത്ഥം. അടുത്തത് ഡിപ്പെൻഡൻസ് ഓൺ, നമ്മൾ ഒന്നില് ഡിപ്പെൻഡ് ചെയ്യുക, അതായത് ആശ്രയിക്കുക. വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് ഇഫക്റ്റ് ഓൺ, അതിലൊരു പ്രഭാവം വരുത്തുക, അതിലൊരു അനന്തരഫലം. effect ഉണ്ടാക്കാൻ. ശരി ശരി. ഹോൾഡ് ഓൺ, നമ്മൾ ഹോൾഡ് ചെയ്യുക, കറക്റ്റ് മീനിങ് ഓക്കെ. പിടിക്കുക. സംതിങ് ഹോൾഡ് ചെയ്യുക. മുറുകെ പിടിക്കുക. മുറുകെ പിടിക്കുക. ഓക്കെ, താങ്ക് യു. ഇൻസിസ്റ്റ് ഓൺ, ആ. അതിലൊരു ഇൻസിസ്റ്റൻസ് തോന്നി, നമുക്ക് അതിലെന്തോ ഒരു അല്ലേ? കറക്റ്റ് മീനിങ് വേർഡ്. നിർബന്ധിക്കുക. ഫോഴ്സ് ചെയ്യുക. ഫോഴ്സ് ചെയ്യുക. ഓക്കെ. റിഫ്ലക്ഷൻ ഓൺ, പ്രതിഫലിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ സാർ, സ്ക്രോൾ ചെയ്യോ സാർ? ശരിക്കും കിട്ടണില്ല. എന്തോ ഒന്നുകൂടി പറഞ്ഞ് കേട്ടില്ല. സ്ക്രോൾ ചെയ്യാനാണോ? സ്ക്രോൾ ചെയ്യാനാ? അങ്ങനെയാണ് പറഞ്ഞത്. അല്ലെ, പിടികിട്ടില്ല ജെസ്സി, ഒന്നുകൂടി പറഞ്ഞ് ക്ലിയർ ആയില്ല. സർ സ്ക്രോൾ ചെയ്യാൻ പറഞ്ഞ പോലെയാണ് കേട്ടത്. അല്ല, കാണുന്നില്ല. സ്ക്രീൻ എല്ലാവർക്കും ഉണ്ടോ കാണുന്നില്ല പ്രോബ്ലം? കാണാൻ ക്ലിയർ ആയിട്ട് കാണാം. ഇല്ല, കാണുന്നില്ല. ക്ലിയർ ആണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അവിടുത്തെ എല്ലാവർക്കും പ്രോബ്ലം ഉണ്ടോ? കാണുന്നുണ്ട്. നോ. കാണുന്നുണ്ട് സാറേ. ജെസ്സി, ഇവരൊക്കെ കാണുന്നുണ്ടല്ലോ. മൊബൈലിൽ എന്തെങ്കിലും പ്രശ്നമാണോ നോക്കി. ശരിയാ, അത് ഫിനിഷ് ചെയ്ത് പക്ഷം പറഞ്ഞല്ലേ. ബാക്കി റിലയൻസ് ഓൺ, എന്താ റിലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? റിലയൻസ് മീനിങ് അറിയില്ല സർ. റിലയൻസ്. നമ്മളെ ഓക്കെ 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 ഓക്കെ. റിലയൻസ്. ഓക്കെ. അടുത്തത് റെസ്ട്രിക്ഷൻ ഓൺ, നിയന്ത്രിക്കുക. നിയന്ത്രണം. ടാക്സ് ഓൺ, ടാക്സ് ഓൺ, നമ്മൾ ലെവി ചുമത്തുക. ഓക്കെ 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 ഓക്കെ. ശരിയാണ്. ഹലോ സാർ, റിലയൻസിന്റെ മീനിങ് ഒന്നുകൂടി പറയാം സാർ. വിശ്വാസം. വിശ്വാസം. ചില ആളുകളെ പറയില്ലേ, പറയുന്ന സംഗതി റിലയൻസ് ആണോ ആണോ എന്ന് ചോദിക്കില്ലേ, അതിന്റെ നൗണാണ്. ആളുകൾക്ക് റിലയൻസ് ഒക്കെ കഴിയും. പിന്നെ അസോൾട്ടിന്റെ മീനിങ് ഒന്ന് പറയോ? അസോൾട്ട്, അറ്റാക്ക്. അറ്റാക്ക്. ഓക്കെ. മറ്റേ ഹോൾഡ് ചെയ്യുക സാർ, മുറുകെ പിടിക്കുക എന്നുള്ളത്, നമ്മൾ എന്തെങ്കിലും തടഞ്ഞു വെക്കുക എന്നുള്ളതിനും ആ ഒരു മീനിങ് ഉപയോഗിക്കില്ലേ സാർ? നടത്തുക. അപ്പൊ ദ മീറ്റിംഗ് വാസ് ഹെൽഡ് ഓൺ എന്ന് പറയില്ലേ, നടത്തുക. അത് ആ സിറ്റുവേഷൻ അനുസരിച്ച് ചില വാക്കുകൾക്ക് അർത്ഥത്തിൽ വ്യത്യാസം വരും. ഓക്കെ ഓക്കെ സാർ. ഓക്കെ ഓക്കെ. അപ്പൊ അലീഷ, ഏതാണ്? ക്ലിയർ ആയില്ല, എന്നിട്ട് പറഞ്ഞ. ഇൻസിസ്റ്റന്റ്.
ഇൻസിസ്റ്റൻസ്, അത് നിർബന്ധിക്കുക. സാർ ക്ലിയർ ആയില്ല. നിർബന്ധിക്കുക, ഫോഴ്സ്, FORCE, ഫോഴ്സ്. ഓക്കെ. ഓക്കെ അലീഷ, ഇനിയുള്ളതൊന്ന് വായിച്ചേ. സാർ വായിച്ചോ. അഫിനിറ്റി. അതിന് മുകളിൽ ചോദ്യം ഒന്ന് വായിച്ചു തരും അതിനെ. There is a list of nouns which usually or often have with after then. ഓക്കെ, ഓഫ്റ്റൻ നമ്മൾ എഴുതും, പറയുമ്പോൾ ഓഫൻ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ, ടി പ്രൊനൗൺസ് ചെയ്യണ്ട. Here is a list of nouns which usually or often have with after them. ഇവിടെ നമ്മൾ ഓരോ വേർഡിന്റെയും കൂടെ വരുന്ന പ്രിപ്പോസിഷൻ വിത്ത് എന്നായിരിക്കും. വിത്ത്. അപ്പൊ നേരത്തെ ഓൺ പറഞ്ഞു, ഫോർ പറഞ്ഞു, ടു പറഞ്ഞു, ഇനി വരുന്നത് വിത്ത്. ഓക്കെ 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 വായിച്ചു, ഇനി വായിച്ചു. Affinity. അഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യോജിപ്പ് കേട്ടാ, യോജിപ്പ്. അഫിനിറ്റി യോജിപ്പ്. Collision. കുട്ടികളൊക്കെ തമ്മിൽ ഓടിക്കഴിയുമ്പോ കൂട്ടിമുട്ടി രണ്ടു കൂടിയും പൊളിഷൻ എന്നൊക്കെ പറയാറില്ലേ? ഉരസൽ. കൂട്ടിമുട്ടുക അല്ലെങ്കിൽ സംഘട്ടനം, അതിനൊക്കെയാണ് നമ്മള് പൊല്യൂഷൻ എന്ന് പറയുന്നത്. സംഘട്ടനം അല്ലെങ്കിൽ കൂട്ടിമുട്ടുക. ഓക്കെ, അടുത്തത് Connection. കണക്ഷൻ വിത്ത്. അത് കൂടി ചേർത്ത് പറയാം, കണക്ഷൻ വിത്ത്. Connection with. അപ്പൊ കണക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ കണക്ട് ബന്ധപ്പെടുക, ബന്ധം. ഓക്കെ 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 അടുത്തത് കോൺട്രാസ്റ്റ് വിത്ത്. എന്താ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ? നേരെ ഓപ്പോസിറ്റ് കാര്യം പറഞ്ഞാൽ അതിന്റെ കോൺട്രാസ്റ്റ്, എതിരെ അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ്. പരസ്പര ബന്ധമില്ലാത്ത. ഓക്കെ ഓക്കെ പരസ്പര ബന്ധമില്ലാത്ത, കോൺട്രാസ്റ്റ്. അടുത്തത് കറസ്പോണ്ടൻസ് വിത്ത്. കറസ്പോണ്ടൻസ് വിത്ത്. കറസ്പോണ്ടൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആശയം കൈമാറുക അല്ലെങ്കിൽ കത്തിടപാടുകൾ നടത്തുക, ഇതൊക്കെ കറസ്പോണ്ടൻസ്. അടുത്തത് ഡേറ്റ് വിത്ത്. ഡേറ്റ് വിത്ത്, അത് പറയേണ്ട ആവശ്യമില്ല, അറിയാം. അടുത്തത് ഡീലിങ്സ് വിത്ത്. ഡീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, അതുമായിട്ട് ബന്ധപ്പെട്ട് ഡീൽ ചെയ്യാതെ പറയാറുണ്ട്. അടുത്തത് ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത്. സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി, അപ്പൊ ഡിസാറ്റിസ്ഫാക്ഷൻ എന്തായിരിക്കും? അസംതൃപ്തി. ഓക്കെ 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 എൻകൗണ്ടർ വിത്ത്. എൻകൗണ്ടർ വിത്ത്. എൻകൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോലീസും മുഖാമുഖം വരാം. ഏറ്റുമുട്ടുക. മുഖാമുഖം ഏറ്റുമുട്ടുക. ഓക്കെ ഓക്കെ എൻകൗണ്ടർ. അടുത്തത് ഫെമിലിയാരിറ്റി വിത്ത്. ഫെമിലിയാരിറ്റി വിത്ത്. ഫെമിലിയർ എന്ന് പറയാറ്, അത് നമുക്ക് പരിചയമുള്ള ആളാണെന്ന് അർത്ഥത്തിലല്ല ഫെമിലിയർ വേണം. ഫെമിലിയാരിറ്റി അതിന്റെ നൗൺ, പരിചയം. ഓക്കെ, അടുത്തത് ഐഡന്റിഫിക്കേഷൻ വിത്ത്. ഓക്കെ, ഐഡന്റിഫിക്കേഷൻ അറിയാലോ, ചോദിക്കാറില്ലേ നിങ്ങളുടെ ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് പറയൂന്ന് പറയാറില്ലേ? അടയാളം, ഐഡന്റിഫിക്കേഷൻ അടയാളം. ഇന്റിമസി വിത്ത്. ഇന്റിമസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇൻവോൾവ്മെന്റ് വിത്ത്. ഇൻവോൾവ്മെന്റ് വിത്ത്. ഒരു കാര്യത്തിൽ ഇൻവോൾവ്മെന്റ് ആവുക. ലിങ്ക് വിത്ത്. ഓക്കെ ഓക്കെ ലിങ്ക് വിത്ത്. ലിങ്ക് കണക്ട് എന്നാണ്, കണക്ട് വിത്ത്. ഓക്കെ, അടുത്തത് കോറൽ വിത്ത്. കോറൽ വിത്ത്. കോറൽ എന്ന് പറഞ്ഞാല് വഴക്കടിക്കുക. ഓക്കെ 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 റിലേഷൻഷിപ്പ് വിത്ത്. റിലേഷൻഷിപ്പ്. റിലേഷൻ എന്ന് പറഞ്ഞാല് റിലേഷൻഷിപ്പ്, ബന്ധം. ഓക്കെ, സിമ്പതി വിത്ത്. സിമ്പതി വിത്ത്. സിമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സഹതാപം.
സിമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹതാപം. സഹതാപം. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ വാക്കുകളൊക്കെ ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുക. ഏത് ഈ വിത്ത് വരുന്നതിലൂടെയാണ് പോറ് വരുന്നതിൽ. അപ്പൊ അതങ്ങനെ അങ്ങനെയാണ് പറഞ്ഞ് കുറച്ച് ഇങ്ങനെ വായിച്ച് വായിച്ച് വരുമ്പോൾ അതൊക്കെ റെഡി ആവും. അപ്പോ ഇതിന്റെ ക്വസ്റ്റ്യൻ മോഡൽ ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ നിങ്ങൾക്ക്? നോട്ട് കിട്ടിയാലേ PDF? സർ ഞാനൊരു സംശയം ചോദിക്കും. ആ ചോദിച്ചോളൂ ചോദിച്ചോളൂ. ഈ സിമ്പതിയുടെ രണ്ടെണ്ണത്തിൽ വന്നിട്ടുണ്ടല്ലോ, ഫോറിന്റെയും, ഇതെങ്ങനെ മനസ്സിലാക്കുക? അത് രണ്ട് രീതിയിൽ വരും. അതായത് ഒരു ഒപ്പീനിയൻ, ഒരു അഭിപ്രായം, അതിനോടാണ് നമുക്ക് സിമ്പതി തോന്നുന്നതെങ്കിൽ നമ്മൾ വിത്തുന്നു. നമുക്ക് ചില വ്യക്തികളോട് സിമ്പതി തോന്നുകയാണെങ്കിൽ അത് ടു എന്ന് പറയും. നമ്മൾ ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് സിമ്പതി തോന്നൂലേ? ഇതിന് മുമ്പ് പറഞ്ഞു എഗ്രി എന്ന് പറയുന്ന വേർഡ് വരുമ്പോൾ വിത്ത് എ പേഴ്സന്റെ കൂടെയും ടു എന്ന് പറഞ്ഞത് ഒരു അഭിപ്രായത്തിന്റെയോ തിങ്കിന്റെയോ കൂടെയും വരും എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ വരുന്നതാണ് ഇത്. ഓക്കെ, വെരി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഞാനിത് ആരും ചോദിക്കാത്ത എന്താണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ചു നോക്കിയേക്കുക. വായിച്ചു നോക്കി കഴിയുമ്പോൾ അതിന്റെ കൂടെ പ്രിപ്പോസിഷൻ കൂടി ചേർത്ത് വെച്ച് വായിച്ചു നോക്കുക. അപ്പൊ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് അത് പതിയും, പിന്നെ അത് മറന്നുപോകില്ല. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ മറുപടി ആരും പറഞ്ഞില്ല. ഈ 3 ചാപ്റ്ററിന്റെ ഒരു എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് PDF കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. കിട്ടിയോ? ഒരു മോഡൽ ക്വസ്റ്റ്യൻ സാർ ഇട്ടിരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഏത് ക്വസ്റ്റ്യൻ? ഒരെണ്ണം ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വന്നിരുന്നത് ചെയ്തായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ഒരു പാസേജ് വായിച്ചിട്ട് എഴുതാനൊക്കെ ഉള്ളത്. മോക്ക് ടെസ്റ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നു സർ. ശരി 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 ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമുക്ക് അടുത്ത വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പോവുകയാണ്. യെസ്, ഇനി അപ്പൊ നമുക്ക് ഈ പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന ആ ഭാഗം ഞാൻ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ പ്രിപ്പോസിഷന് മോഡലായിട്ട് എങ്ങനെയാണ് ചോദ്യം വരുമെന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വേറൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. ഞാൻ നോട്ട് ബുക്കില് ഞാൻ പറയുന്ന വാക്കുകൾ അടിയിൽ 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 എഴുതുക. ഞാൻ പറയുന്ന വാക്കുകൾ ആദ്യം എഴുതേണ്ടത് FIRST ഫസ്റ്റ്. അയ്യോ, സമയം തികയുന്നാവും അല്ലെ? FIRST ഫസ്റ്റ് കൊടുത്തോ? ഫസ്റ്റ് കൊടുത്തോ? ആൻസർ റൗണ്ട് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് കൊടുത്തു. അതിന്റെ അടിയിൽ NEXT നെക്സ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതൊന്ന് റൗണ്ട് ചെയ്യും. അതിന്റെ അടിയിൽ ദെൻ കൊടുക്കുക. ദെൻ കൊടുക്കുക. അതിന്റെ അടിയിൽ ആഫ്റ്റർ ദാറ്റ് കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് എല്ലാ വാക്കുകളും കഴിയുമ്പോൾ റൗണ്ട് ചെയ്തേ കേട്ടോ. ആഫ്റ്റർ ദാറ്റ് അതിനിടയിൽ ഫൈനലി ഇത് കൊടുക്കും. ഫൈനലി ഓക്കെ, യെസ്. അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് സിയില യെസ്. ദെൻ രമ്യ, അനാമിക, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. അനാമിക സർ. രമ്യ വന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. രമ്യ ഓക്കെ.
ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു. നെറ്റ് ഇഷ്യൂ ഉണ്ട് സാർ, അതുകൊണ്ട് ക്ലിയർ ആവുന്നില്ല ഇടയ്ക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ക്ലിയർ ആണോ പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പൊ ക്ലിയർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഈ പറയുന്നത് രമ്യനോട് മാത്രമാണെങ്കിലും ഇത് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് എഴുതി, നെക്സ്റ്റ് എഴുതി, ദെൻ എഴുതി, ആഫ്റ്റർ ദാറ്റ് എഴുതി, ആൻഡ് ഫൈനലി എഴുതി. ഓക്കെ. എല്ലാവരും ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങള് ഒരു 5 വാചകം പറയണം. ഇംഗ്ലീഷിൽ ഒരു 5 വാചകം പറയണം. ആ 5 വാചകം പറയുമ്പോൾ ആദ്യം പറയുന്ന വാചകത്തിന്റെ ഫസ്റ്റ് ലെറ്റർ അല്ല, ഫസ്റ്റ് വേർഡ് ഫസ്റ്റ് എന്നായിരിക്കണം. ഒരു വാചകത്തിന്റെ ആദ്യം വരുന്ന വാചകത്തിന്റെ ആദ്യത്തെ വാചകം ഫസ്റ്റ് എന്നായിരിക്കണം. രണ്ടാമത് പറയുന്ന വാചകത്തിന്റെ ആദ്യത്തെ വേർഡ് നെക്സ്റ്റ് എന്നായിരിക്കണം. നെക്സ്റ്റ്. മൂന്നാമത് പറയുന്ന വാചകത്തിന്റെ ആദ്യത്തെ വേർഡ് ഇത് പറഞ്ഞാണ് ഞാൻ. സർ, നമ്മളൊരു ദിവസം ഉച്ചയ്ക്ക് ക്ലാസ് വെച്ചപ്പോ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളാരുണ്ടായിരുന്നല്ലോ സാർ. അന്ന് കുറച്ചുപേരുണ്ടായുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഓക്കെ ഓക്കെ. ഉച്ചയ്ക്ക് ക്ലാസ്സിൽ നമ്മൾ എടുത്താണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ കുഴപ്പമില്ല, എന്നാൽ നമുക്കൊന്നുകൂടി എടുക്കാം അല്ലേ? യെസ്. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ ഓക്കെ. മൂന്നാമത്തെ വാചകത്തിന്റെ ഫസ്റ്റ് ലെറ്റർ തന്നെ ആയിരിക്കണം. നാലാമത്തെ വാചകത്തിന്റെ ഫസ്റ്റ് ലെറ്റർ ആഫ്റ്റർ ആയിരിക്കണം. അഞ്ചാമത്തെ വാചകത്തിന്റെ ഫസ്റ്റ് ലെറ്റർ ഫൈനലി എന്നായിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് രസകരമായ വാചകങ്ങൾ നിങ്ങൾക്ക് പറയാം. ഇപ്പൊ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, എന്ത് സംഭവം പറയാം. നിങ്ങളൊരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയാണ്. അപ്പൊ നിങ്ങൾ പറയാണ്, ഫസ്റ്റ് ഐ ടുക്ക് 2 eggs. കണ്ടാ കറക്റ്റ് ആയില്ലേ? നെക്സ്റ്റ് ഐ കട്ട് ദ വെജിറ്റബിൾസ് ആൻഡ് ജിഞ്ചർ. ഓക്കെ, കറക്റ്റ് ആയില്ലേ? ദെൻ ഐ പുട്ട് ദ പാൻ ഓൺ ദ സ്റ്റവ്. കറക്റ്റ് ആയില്ലേ? ഇനി ആഫ്റ്റർ ദാറ്റ് ഐ പുട്ട് സം കോക്കനട്ട് ഓയിൽ. ഫൈനലി ദ ഓംലെറ്റ് വാസ് റെഡി. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആവാം. കണ്ടാ, ഇഷ്ടമുള്ള രീതിയിൽ. ഇപ്പൊ വേറൊരു നമുക്ക് പറയാം, ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning. ഫസ്റ്റ് ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning. രാവിലെ ഞാൻ എന്ത് ചെയ്തു? 6 മണിക്ക് എഴുന്നേറ്റു. ഐ ബ്രഷ്ഡ് നെക്സ്റ്റ് ഐ ബ്രഷ്ഡ് മൈ ടീത്ത്. അതിനുശേഷം ഞാൻ പല്ല് തേച്ചു. ദെൻ ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ആഫ്റ്റർ ദാറ്റ് ഐ ചെക്ക്ഡ് മൈ ഇമെയിൽസ്. ഇമെയിലൊക്കെ ഒന്ന് നോക്കി. ഫൈനലി ഐ വെന്റ് ഫോർ എ വാക്ക്. ഞാനൊന്ന് നടക്കാൻ പുറത്തേക്ക് പോയി. കേട്ടാ, ഇനിയിപ്പോ വേറൊരു കുട്ടി പറഞ്ഞത് ഞാൻ പറയാം. അത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, രസകരമായിട്ട് പറഞ്ഞത്. ഫസ്റ്റ് ഐ ക്വാറൽഡ് വിത്ത് ദ KSEB മീറ്റർ റീഡർ. KSEBയിലെ മീറ്റർ റീഡറുമായിട്ട് ഞാൻ എന്ത് ചെയ്തു? തല്ല് പിടിച്ചു. നെക്സ്റ്റ് ദ ക്വസ്റ്റ്യൻ വാസ് ദി ഹ്യൂജ് എമൗണ്ട് ഓഫ് ബിൽ. ബില്ലിന്റെ ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു വിഷയം. Then we used to talk. പിന്നീട് ഞങ്ങൾ പരസ്പരം സംസാരിക്കുമായിരുന്നു. After that we used to meet. Finally I became his wife. That is closed. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ രസകരമാക്കാവുന്ന എല്ലാ സംഭവങ്ങളും ഇതിന്റെ അകത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് പറയാം. അപ്പൊ ഇത് ഞാൻ ഈ അവസാനം പറഞ്ഞിട്ടുണ്ടായ സംഭവം ഉണ്ട്. എന്റെ സുഹൃത്തായതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഓക്കെ. അപ്പോ ഫസ്റ്റ് വേണം, നെക്സ്റ്റ് വേണം, ദെൻ വേണം, ആഫ്റ്റർ വേണം, ഫൈനലി വേണം. ഓക്കെ. അപ്പൊ നമ്മുടെ പകല് നടത്തിയ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് ഇതിനകത്ത് ആരാ ഉള്ളേ? ഞങ്ങള് പകല് നടത്തിയ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതായിരുന്നു. അപ്പൊ അന്ന് ക്ലാസ്സിലുണ്ടായ ആരാ ഉള്ളേ? ഞാനുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് പറഞ്ഞു സുജാത തന്നെ തുടങ്ങി വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം രമ്യ പറഞ്ഞാൽ മതി. ഓക്കെ. എല്ലാവരും മനസ്സിൽ കരുതി വെച്ചോട്ടെ. അതിന്റെ നേരെ രസകരമായിട്ട് നിങ്ങൾ തന്നെ എഴുതി. ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ് ഫൈനലി. പറഞ്ഞു സുജാത. കമ്മിങ് സൺഡേ ഈസ് മൈ ഡോട്ടേഴ്സ് ബർത്ത്ഡേ. ഫസ്റ്റ് തുടങ്ങിയാൽ മതി. അല്ല, ഞാനൊന്ന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത, അല്ലെങ്കിൽ പിന്നെ പ്ലാൻ ഫോർ എ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി.
First I First, planned for. Okay. First we went to the shop to buy a cake, to order a cake. First we went to the shop to order the cake. Then we went to Next. Sorry. Next we went to a textile shop and purchased a dress. Okay. Next we went to the textile shop and purchased that dress. Okay. Then I went to buy some decorative items such as like balloons and colorful hangings. Okay. Very good. After that, We invited all our family and friends. Okay. Finally, we approached the catering service for ordering the food items for the party. Very good. Okay. രമ്യ, ഇത് ഞാനൊരു ടെസ്റ്റ് ഡോസ് ഇട്ടതാണ്. കാരണം ഇത് അവര് പകലെടുത്ത ക്ലാസ്സിൽ അവർ പറഞ്ഞതാണ്. രമ്യയുടെ ഭാവനയ്ക്ക് അനുസരിച്ച് പറഞ്ഞു. ഇത് ഇന്നത്തെ കൂടെ തീരുന്നുണ്ട്, അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പോ രസകരമായിട്ട് പറഞ്ഞോളൂ രമ്യ. First I wake up. ഞാൻ പറഞ്ഞത് പറയരുത്, കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞതൊക്കെ ഡിലീറ്റ് ആയി കളഞ്ഞോളൂ. സ്വന്തമായിട്ട് First I wake up morning. Okay. Next step, cooking tea. Okay. Then brush my teeth. Yes. After that, calling children. Yes, call the children. Yes. Finally, prepare food. Okay. ഇത് രമ്യക്ക് ഒന്നുകൂടി ചാൻസ് തരാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ആലോചിച്ചു പോയി. ഇത് ഞാൻ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞത് പറയരുത്. ഞാൻ പറഞ്ഞ വഴി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതല്ലേ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ട് ക്രിയേറ്റിവിറ്റി വരട്ടെ. രസകരമാണ്. നിങ്ങളൊരു പക്ഷെ ആദ്യം പഠിച്ച സ്കൂളിൽ പറയാം, ഞാൻ ആദ്യം പഠിച്ച ഇന്ന സ്കൂളിലാണ്, സെക്കൻഡ് LP സ്കൂളിൽ ഇന്ന സ്കൂളായിരുന്നു, ദെൻ ഞാൻ പഠിച്ച മറ്റേ സ്കൂളിലാണ്, ആഫ്റ്റർ ദാറ്റ് വേറെ സ്കൂളിന്റെ പേര് പറയാം, ഫൈനലി ഇന്ന സ്ഥലത്താണ്. നിങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ ഭാവന അനുസരിച്ചൊന്ന് ചിറകുകൾ വിരിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് 5 വാചകങ്ങൾ സുഖമായിട്ട് പറയാൻ പറ്റും. ഞാൻ അടുത്ത ആളുടെ പേര് പറയുന്നില്ല, ധൈര്യമായിട്ട് വേണം ഇങ്ങോട്ട്. ഞാൻ പറയട്ടെ, സാറൊന്ന് ഹെൽപ്പ് ചെയ്യണേ. അഭിജിത്ത് ജയൻ. ഓക്കെ. അതിന്റെ ഐശ്വര്യം തരാം. സാർ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. ഓക്കെ. ധൈര്യമായിട്ട്. Okay, sir. First, I will come, sir. First, I will come with you. Yes. Okay. Next, go to the park. Yes. Next, we will go to the park. Yes. Okay. Next, sir. Okay. Then we will go to the restaurant in food. To eat food. Yes. After that, we will go to a boat ride. Okay. Yes. Okay. After that, we will return to home. ഫൈനലി പറഞ്ഞില്ല. 2 പ്രാവശ്യം. Okay, sorry. After that, go to home. Finally, we will reach the home. Okay. നോക്കിയേ, ആ സെന്റൻസ് നോക്കിയാ, ആദ്യം ഞാൻ അത് ചെയ്തു, പിന്നെ ഞാൻ അത് ചെയ്തു, എന്നിട്ട് ഞാൻ അത് ചെയ്തു, അതിനുശേഷം ഞാൻ മറ്റേത് ചെയ്തു, ഒടുവിൽ ഞാൻ അത് മറ്റേത് ചെയ്തു. കണ്ടാ, ഇതാണ് സംഗതി. അപ്പൊ നമ്മൾ ഓരോ സെന്റൻസ് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഇടയ്ക്ക് കണക്ടിങ് ആയിട്ട് ഉപയോഗിക്കുന്ന സംഗതികളാണ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഐശ്വര്യയിൽ നിന്ന്
സർ സാറേ എക്സ്ക്യൂസ് മീ കറക്റ്റ് ആയിരുന്നോ സാറേ എന്തെങ്കിലും ഗ്രാമറിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അത് കുഴപ്പമില്ല. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. താങ്ക് യു സർ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ. I cooked chicken curry. ഫസ്റ്റ് എന്നുള്ള വാക്യം ഉപയോഗിക്കും. ഫസ്റ്റ്. Oh, sorry. First, I cooked chicken curry. വെരി ഗുഡ്. Next, I made ghee rice. യെസ്. Then I served to all my family members. യെസ്, വെരി ഗുഡ്. After that, I expect their feedbacks. യെസ്. Finally, everyone liked my cooking and I became happy. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. Thank you, sir. ചിക്കൻ കറിയും ബിരിയാണിയും കഴിച്ച എഫക്റ്റ് ആയില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. യെസ്. ഇനി അടുത്തത് പോരട്ടെ, നിങ്ങളുടെ ജീവിതത്തിലോട്ട് നിങ്ങളൊന്ന് എത്തി നോക്കും. ഓക്കെ ഓക്കെ. അപ്പൊ വിനീതര കഴിഞ്ഞിട്ട് ജയശ്രീ കയറാം കേട്ടോ. വിനീത പറഞ്ഞു. തെറ്റ് കാണും. നോ പ്രോബ്ലം, തെറ്റിക്കോട്ടെ, തെറ്റണമല്ലോ, ശരിയാവരുത്. ഓക്കെ. First, I decided to want a pet. യെസ്. Next, I take permission my father. യെസ്. Then I going to the pet shop. യെസ്. After that, I selected a pet. It's a dog. യെസ്. Finally, I gets a pet. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, എല്ലാം സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞാൽ മതി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ജയശ്രീ. Okay, sir. Sir, first of all, I welcome our chief guest to this program. യെസ്. Okay, next I call up our principal for the presidential address. യെസ്. Then we will go for the inaugural ceremony. യെസ്. After that, the prize distribution for the students will take place. ഓക്കെ, വെരി ഗുഡ്. Finally, we will enjoy with the performance of our students. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെറൈറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, വെറൈറ്റി. യെസ്, ഓക്കെ. അങ്ങനെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ പറയൂ. Sir, I also prepared a welcome speech. I also prepared like a welcome speech. Can I read it? ഓക്കെ ഓക്കെ ഓക്കെ, ധൈര്യമായിട്ട് പറയൂ. ഓ യെസ്. Okay. First of all, I would like to welcome our chief guest to this meeting. Next, I would like to extend a warm welcome to our guest of honor to this meeting. Then I welcome our PTA president to this meeting. After that, I welcome all our parents. Finally, I welcome all the students to this meeting. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അൽഫോൺസ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. ഇനി അടുത്ത ആരാണ് പറയണേ? സാർ ഞാൻ പറയാം. യെസ്, നസീഹത്ത് പറഞ്ഞോളൂ. First, I decided to clean beach. Next, I invite my friends for cleaning purpose. Yes. Then I collect the material for cleaning. After that, we are going to beach. Finally, we are cleaning the beach. Very good, very good. Okay, okay, okay. Reality ആണല്ലേ? Yes. Next, ധൈര്യമായിട്ട് പറയൂ. First, next, then, after that, finally. 5 വാചകം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. You can see. രസകരമായിട്ട് പറയാം. Yes. Okay, Sajana. First, very thankful to you that you have invited me to your birthday celebration. Okay, very good. Next, I have been suffering from intense fever for the last 4 days. Yes. Then I request you to grant me leave for 3 days. Okay. After that, I take a long leave. I went to the hospital. Yes. Finally, I picked up some rest. Okay, very good, very good. Okay, 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 okay. Yes. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ കുറച്ച് സംഭവങ്ങൾ ചേർത്ത് വെക്കൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ടത്, ആദ്യം കണ്ടത്, പിന്നെ സംഭവിച്ചത്, ഫൈനലി അങ്ങനെ പറയാം. അതുമല്ല എങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, ഒരു പ്രിപ്പറേഷൻ, നിങ്ങൾ പഠിച്ച സ്കൂള്. ഫസ്റ്റ് ഞാൻ ഇന്ന അംഗൻവാടിയിലായിരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം LP സ്കൂൾ നെക്സ്റ്റ് ഇന്ന സ്ഥലത്തായിരുന്നു, ദെൻ UP സ്കൂൾ ഇന്ന സ്ഥലത്തായിരുന്നു, ദെൻ ഹൈസ്കൂൾ ഇന്ന സ്ഥലത്തായിരുന്നു, ഫൈനലി കോളേജിൽ ഇന്ന സ്ഥലത്തായിരുന്നു. യെസ്, ഓക്കെ, വരട്ടെ. ഓ, ഞാൻ സമയം തികയില്ലെന്ന് വിചാരിച്ചിട്ട് സമയം ഇനി 5 മിനിറ്റ് ബാലൻസ് ഉണ്ടല്ലോ.
യെസ്, പറയൂ പറയൂ. സർ ഞാൻ പറയാം. യസ്മി. ഓക്കെ 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 ഓക്കെ, പറയൂ അലീഷ പറയൂ. First, I decided to join Montessori TTC. വെരി ഗുഡ്. ലൈവ് ആയിട്ടുള്ള എക്സാം. ഓക്കെ ഓക്കെ ഓക്കെ. Next, I joined Montessori class. യെസ്. Then I watch all live class and do my work very well. ഓക്കെ ഓക്കെ. Finally, I go into my internship. യെസ്. അല്ല, ആഫ്റ്റർ ദാറ്റ് പറഞ്ഞില്ലല്ലോ. ചെറുതായിട്ട് പറഞ്ഞിട്ടില്ല. പറഞ്ഞായിരുന്നോ? No, sir. After that, I decided to go internship. Okay. Finally, now I go into internship class. Okay. Very good. Yes. ഇനി അടുത്താരാണ് പറയുന്നത്? 42 പേര് ഇവിടെ ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനെ കാർത്തിക പറയുക. First day of my teaching practice, I was very nervous. Next day, I am more comfortable with children. Then I can manage them. After that, they are ready to come forward, ask their needs. Finally, the month was finished. I want to leave from the school. Okay. Then you became very confident. Okay, Karthika. Very good. Yes. ഇനി ആരാണ്? സർ ഞാൻ ഒന്നുകൂടെ പറയട്ടെ? Yes. Very good. പറഞ്ഞോളൂ അഭിജിത്ത്. First, I will join the job. Next, I'll request offer for my Montessori teacher training. Yes. Then ma'am gave the opportunity for training. Okay. After that, she will get the time for few days. Yes. Finally, I will decide to my internship for next year. Okay. Very good. Okay. ഇനി അടുത്ത് ദീപ ആന്റണി. കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ പറഞ്ഞതാണല്ലോ. ഞാൻ ലൈറ്റ് ആയിട്ടാ കയറി, ഞാൻ പറയാം. Yes, very good. First of all, I invited my all friends in my special occasion. Okay. Next, we will സുഹൃത്തുക്കൾ വന്നു. ഈ ബാക്കി അടുത്ത അവർക്ക് വേണ്ടിട്ട് എന്താ പരിപാടി എന്ന് പറയും? Next, we cut cake and supply all of. Yes. Then after we take a lunch and then after that which പറഞ്ഞോളൂ. After that, we are enjoy and make some dancing. Okay. Any etc. activity. Yes. Okay. Finally, we are എന്താണ് ഉദ്ദേശിച്ചത് ദീപ? ഞങ്ങൾ എല്ലാരും കൂടി ഫൈനൽ പിരിഞ്ഞു. അങ്ങനെ വി ആർ പിരിഞ്ഞ് എല്ലാരും അവനവന്റെ വീട്ടിൽ തിരിച്ചു സിമ്പിൾ ആയിട്ട് പറഞ്ഞോ. ഒടുവിൽ ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് മടങ്ങിപ്പോയി. മടങ്ങി പോകാതെ റിട്ടേൺ.
Finally, our house. ഹോം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, കുഴപ്പമില്ല, നീ ഇവിടെ മനസ്സിൽ ഐഡിയ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ആദ്യമായിട്ട് പറഞ്ഞതിൽ ചെറിയൊരു പ്രശ്നം മാത്രമാണ്. വിനീത, ആർ യു റെഡി? ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഓക്കെ, വെരി ഗുഡ്. പറയൂ പറയൂ. അല്ല, പറഞ്ഞവർ പറയുമ്പോൾ പറയാത്തവര് ഓക്കെ 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 പറഞ്ഞോളൂ. First, I meet my husband in college. Yes. Okay. Next, he was proposed to me. Yes. Then I also loved him. Yes. After that, parents decided our marriage. Yes. Finally, we are get married. Oh, very good, very good. Okay, okay. Finally, we got married. Okay, very good, very good. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കൂ, രസകരമായ സംഭവങ്ങൾ കാണാം. അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ്, ഫൈനലി ഓരോ സംഭവങ്ങൾ രസകരമായിട്ട് ഒന്നൊന്നിനും മെച്ചപ്പെടുത്താവുന്ന രീതിയിൽ നിങ്ങൾ രസകരമായിട്ടൊന്ന് എഴുതി വെക്കും. ഓരോരുത്തരുടെ കണ്ടു പറഞ്ഞ സംഭവങ്ങളാവരുത്, വെറൈറ്റി ഉണ്ടാവണം. വെറൈറ്റി ആയിട്ടുള്ള സംഗതികൾ. ഞാനൊക്കെ കുറെ ഇത്രയും നമ്മളിപ്പോ കേട്ടപ്പോ ഒരു കുറെ വെറൈറ്റി കിട്ടിയില്ലേ? ആ വെറൈറ്റിയിൽ നിന്ന് First, my son asked me, "Mother, I am very hungry." Next, he ordered 1 plate porridge and chutney. Then I gave them. After that, he again asked me, "Mother, I give me some appam and chicken curry." Finally, I am very hungry and shouted. വെരി ഗുഡ്. ഇപ്പൊ നടന്ന സംഭവം. ശരി, ഓക്കെ ഓക്കെ. വീട്ടിൽ അപ്പം നടന്ന സംഭവമാണ് സീരിയപ്പെടുന്നത് ഇട്ടത്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ കാണാം. ആ സംഭവങ്ങളെ വെച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരിക, എന്നിട്ട് പറയാ. അപ്പൊ ഈ ലീഡറെ തന്നെ ഏൽപ്പിക്കാനുണ്ട, ഇതൊക്കെ എന്നെ ഓർമ്മിപ്പിക്കണം. ഇത് ഇന്നൊരു സംഭവം, ഒരു ആക്ടിവിറ്റി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടോ എന്നുള്ള കേസ് ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണം. അതല്ലെങ്കിൽ ഒന്ന് പറയാ. എനിക്ക് കൂടുതലായിട്ട് ഇംഗ്ലീഷ് പറയാൻ അറിയൊന്നുമില്ല, എന്നാലും ഒന്ന് നോക്കാം. അതിന്റെ ഈ 42 പേരോളം ഇവിടെ നിൽക്കുന്നത്. അതാണ് ചമ്മല് പറയാൻ. ഓക്കെ ഓക്കെ, ഇത് ആദ്യം മാറണം. നമ്മൾ ചമ്മലിന്റെ കയ്യിൽ നമ്മൾ ചെയ്യുന്നു. യേശുദാസ് പോലെ പാടും, എസ് ജാനകിയെ പോലെ പാടും, നമ്മൾ നമ്മളെ പോലെ പാടും. ഓക്കെ ഓക്കെ ഓക്കെ, ശാന്തി ബാലകൃഷ്ണൻ. ഗുഡ് ഗുഡ് ഗുഡ്. ഷെരീഫ എന്നാണ് നെയിം, ഷെരീഫ. ഫസ്റ്റ് ദ ഡെലിവറി ബേബി ഗേള്, എനിക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് ദ ഡെലിവറി ബേബി ബോയ്. ദെൻ അടുത്ത എന്താ പറയാ, മൂന്നാമത്തെ സംഭവം പറയും. then the 8 years. ഹസന ഉദ്ദേശിച്ചത് എന്തായിരുന്നു മൂന്നാമത് പറയാനായിട്ട്? എന്റെ മക്കളെ കുറിച്ചിട്ട് എത്ര മക്കളുണ്ട് അത് നെക്സ്റ്റ് ഫൈനൽ ആഫ്റ്റർ ശേഷം അങ്ങനെ 4 ആളെ പറയാൻ വിചാരിച്ചിട്ട് പറയാൻ ആഫ്റ്റർ പറയാൻ അറിയില്ല. അപ്പൊ ഞാൻ എന്നാലും എല്ലാരും പറയുമ്പോ പറയാനൊരു കമ്പം, അതുകൊണ്ട് പറയാനുണ്ടോ. ആഫ്റ്റർ ദാറ്റ് ബേബി ബോയ്, ഡെലിവറി ബേബി ബോയ്. ഫൈനലി ഡെലിവറി ദ ബേബി ഗേള്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, സൈനുവിന്റെ ആ പറയാനായിട്ടുള്ള മനസ്സില്ലേ, ആ ഒരു ആഗ്രഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഓക്കെ, ഫൈനലി ഫോർ ചിൽഡ്രൻസ്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. സർ, എക്സ്ക്യൂസ് മീ. എല്ലാരും പറയുമ്പോ നമുക്ക് സിമ്പിളാണ് തോന്നും, പക്ഷെ നമുക്കൊന്നും പറയാൻ കഴിയണില്ല. വീണ്ടും ഈ ഇന്റേൺഷിപ്പിന് പോയതുകൊണ്ട് കുറച്ചൊക്കെ പറയാൻ അറിയല് തുടങ്ങി. 1 മാസമായി ക്ലാസ് എടുക്കൽ തുടങ്ങിയിട്ട്. അപ്പൊ എന്തായാലും
പറയാനിങ്ങനെ പറയണമെന്ന് തോന്നും, പക്ഷെ എന്നാലും ചെറിയതായിട്ട് ഇങ്ങോട്ട് അറിയില്ല. എന്നാലും എല്ലാരും പറയുമ്പോ എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നി, അപ്പൊ ഞാൻ പറഞ്ഞത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഐ ലൈക്ക് യുവർ ഇന്നസെൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്. എന്താ നേരത്തെ വേറെ ആള് പറഞ്ഞു? Sir, Ah. Sujata, sir, before winding up the session, we have Shajila Siddiq for the sign out. ഓക്കെ. അപ്പൊ ഷാജിനെ വിളിക്കുന്നതിന് ഒരു കാര്യം, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി, ഈ സെന്റൻസുകളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചേക്കുക. എന്നിട്ട് നല്ല രസകരമായിട്ട് അവതരിപ്പിക്കുക. അത് എന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യം ഞാൻ സുജാതനെ ഏൽപ്പിക്കുകയാണ്. കൃത്യമായിട്ടൊന്ന് ഓർമ്മിപ്പിച്ചേക്കോ. ഓക്കെ ഓക്കെ ശരി. ഓക്കെ പറഞ്ഞു. Hello all, this is me Shajila signing out with lot of thanks. Thanks to Job sir for your wonderful class, and thanks to all technical team, especially Rijo sir, and thanks to all my dear friends. Stay healthy and safe. Good night all. Okay, good night. Thank you, Shajila. Thank you, sir. Good night, sir. And good night. So thank you for this class. Thank you, sir. And good night, sir. Okay. Thank you, sir. Good night, sir. Thank you, sir. Good night, sir.